റിലീസ് ദ ഫയർ, തീ ഇറങ്ങട്ടെ. വെളിച്ചത്തിൽ ജീവിക്കുന്നവരാകയാൽ ഭയപ്പെട്ട് പുറകോട്ട് പോകാതെ മുൻപോട്ട് വരാൻ ദൈവാത്മാവ് വിളിച്ചു മാറ്റുകയാണ്. ഈ ദിവസങ്ങളിലെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ദൈവം ആഹ്വാനം ചെയ്യുകയാണ് അനേക മക്കളെ റെഡിയായിട്ട് മുൻപോട്ട് വരാനായിട്ട്. കർത്താവിൻ്റെ വാഗ്ദത്തങ്ങളെല്ലാം, എല്ലാ വാഗ്ദത്തങ്ങളും ദൈവനാമത്തിൽ യെസ് ആൻഡ് ആമേനാണ്. അത് യെസ് ആൻഡ് ആമേൻ എന്ന് പറഞ്ഞാൽ അത് പ്രാപിച്ചെടുക്കേണ്ട ജോലി നമ്മുടേതാണ്. എത്രയോ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് എഴുതി വെച്ചിട്ട് ഇതൊന്നും അറിയാതെ പദം പറഞ്ഞ് നടക്കുന്ന സ്ത്രീകളോട് ഞാൻ പറയട്ടെ, പ്രത്യേകിച്ച് സ്ത്രീകളോട്, ഒന്നും നേടത്തില്ല പദം പറഞ്ഞ് നടക്കുന്നുണ്ട് ഒരു കാര്യം. ഞാൻ അതിൽ കൂടെ പോയിട്ടുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് ഈ പദം പറഞ്ഞുകൊണ്ടിരിക്കുന്നവർക്ക് ഒരു കാര്യവും നേടത്തില്ല. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ദൈവാത്മാവ് എന്തെങ്കിലും തരത്തിൽ കൊടുക്കട്ടുമ്പത്തേ അങ്ങനെ കിട്ടിയെങ്കിൽ അതിന് താമസമുണ്ട്. പക്ഷേ ദൈവം നമുക്ക് ചില നിയമങ്ങളും നിബന്ധനകളും പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഞാനീ പദം പറഞ്ഞുകൊണ്ട് കോർട്ടിൽ ചെന്ന് കേസ് ആർഗ്യൂ ചെയ്താൽ ഒരൊറ്റ കേസ് ഞാൻ ജയിക്കത്തില്ല, എനിക്ക് ഉറപ്പുണ്ട്. പക്ഷേ സെക്ഷൻസ് ഏതാണ് പറയേണ്ടതെന്ന് പറഞ്ഞ് കോർട്ടിൽ ചെന്ന് ജഡ്ജിൻ്റെ മുമ്പിൽ പറഞ്ഞാൽ അവർ അതേപോലെ തന്നെ എഴുതി തരണം. അത് അവർ ചെയ്തേ. അതുപോലെ രാജാവിൻ്റെ ഓർഡറാണ് ഈ വേദപുസ്തകത്തിനകത്തിരിക്കുന്നത്. ഇതേത് നമ്മൾ എടുത്തു പറയുന്നോ അത് വെച്ച് ഓർഡർ തിരിച്ചു കിട്ടും. അതുകൊണ്ട് പുസ്തകത്തിനകത്തെ വാക്യങ്ങൾ, വേദപുസ്തകത്തിലെ വാക്യങ്ങൾ നമ്മൾ വ്യക്തമായിട്ടും ഹൃദയത്തിൽ സംഗ്രഹിക്കണം. മത്തായിയുടെ സുവിശേഷത്തിനകത്ത് ഏകദേശം 5-ാം അധ്യായത്തിൽ 16 ഇങ്ങനെ പറയുന്നുണ്ട്, അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. അതായത് ഈ മത്തായിയുടെ സുവിശേഷം 5 എന്ന് പറയുന്നത് ഗിരിപ്രഭാഷണമാണ്. ഒത്തിരി ക്രിസ്തുവിൻ്റെ പഠിപ്പീരിൻ്റെ ഒരു സംഗ്രഹമാണ്. അതിനകത്തെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്, ഉപ്പിന് കാരയിൽ എന്ത് ഗുണം, ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. നമ്മൾ വെളിച്ചമാണ്, നമ്മൾ ലോകത്തിൻ്റെ വെളിച്ചമാണ്, നമ്മളൊരു തീയാണ്. പലപ്പോഴും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കണ്ടിരിക്കുന്നത്, എനിക്ക് ഏലിയാവിൻ്റെ പ്രവചന ശക്തിയും ആത്മീയശക്തി എനിക്ക് ഇട്ടിരിക്കുന്നത്, എൻ്റെ ഉള്ളിലുള്ള ശക്തി എനിക്ക് മനസ്സിലാക്കി തരുന്നത് ഏലിയാവിൻ്റെ ജോലിയാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ എവിടെ ചെന്ന് നിന്നാലും അവിടെ തീ ഇറങ്ങും. തീ ഇറങ്ങാതിരിക്കാനൊക്കത്തില്ലാണ്. അതാണ് എൻ്റെ മേലുള്ള ഓരോരുത്തർക്കും ഓരോ വിളിയുണ്ട്, അത് മനസ്സിലാക്കണം. അപ്പം ഈ തീക്കൊരു ഗുണമുണ്ട്. തീയുടെ ഗുണം അവിടെ ദുഷ്ടശക്തി നിൽക്കാനൊക്കെ ഉണ്ടെങ്കിൽ കരിഞ്ഞു പോകും. ആ തീയിൽ നമ്മൾ ശുദ്ധീകരിക്കും. പലപ്പോഴും ഈ തീ ഫേസ് ചെയ്യുന്നവരുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മളും കുറച്ച് തീയുടെ ആ ചൂടനുഭവിക്കേണ്ടി വരും, അത് ഷുവറാണ്. പക്ഷേ നമ്മൾ പൊന്നുപോലെ തെളിഞ്ഞു വരും, മറ്റവൻ കരിഞ്ഞും പോകും. ചന്ദ്രമേശക് അഭിനോകിനെ തീക്കകത്ത് ഇടാൻ കൊണ്ടുവന്നപ്പോൾ 7 ഇരട്ടിയായിട്ട് ചൂളയ്ക്ക് തീ കത്തിച്ചു എന്ന് പറയുന്നുണ്ട്. പക്ഷേ അവരെ കൊണ്ടുപോയപ്പോൾ എന്താ നമ്മൾ ചിന്തിച്ച് നോക്കണം. അതൊക്കെ അവിടെ പോയി കാണുന്നവർക്ക് മനസ്സിലാക്കി. ഇവരെ കൈക്ക് ഇവരുടെ ആമത്തിലാക്കി ഇവരെ കൂടെ പിടിച്ചുകൊണ്ട് പോകുന്ന വലിയ അവിടുത്തെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ആളാണ് ശദ്രക് മേശക് അഭിനോകിനെ ഈ 7 ഇരട്ടി തീച്ചൂളയ്ക്കകത്തോട്ട് ഇടാൻ കൊണ്ടുപോകുന്നതെന്ന് ഓർക്കണം. ആ തീച്ചൂള അത്രയും ശക്തിയാണ്. കൊണ്ടുപോയവരന്നേരെ ചത്തുപോയി. മനസ്സിലാവും. അത് തീക്ക് അത്ര ശക്തിയല്ലേ, രാജാവിൻ്റെ കൽപ്പനയല്ലേ. അപ്പോൾ സത്യം ചത്തത് രാജാവിൻ്റെ വലിയ പടനായകന്മാരാണെന്ന് ഓർക്കണം. അവർ ചത്തുപോയി. ഇതുങ്ങൾ 3 വീണിട്ട് 4ാമത് ഒരാളായിട്ട് തീക്കകത്ത് രാജാവ് കാണുന്നു. രാജാവ് വിളിച്ചു പറഞ്ഞു, അയ്യോ 3 പേരെ അല്ലേ ഇട്ടുള്ളൂ, അല്ലിപ്പം 4 പേരെ കാണുന്നുണ്ടല്ലോ. എന്താ തീയ്? ഈ തീയ് നമ്മളെ ജീവിപ്പിക്കുകയും മറ്റവനെ കൊല്ലുകയും ചെയ്യുന്നു. അപ്പോൾ ആ തീക്കയുടെ ഒരു പ്രയോജനം, പ്രശ്നമുണ്ട്, പ്രശ്നമില്ലായിരിക്കത്തില്ല. ഇപ്പോൾ ഏലിയാവ് കർമ്മേൽ മലയുടെ മുകളിൽ നിൽക്കുമ്പോൾ അവിടെ ജീവനും മരണവും ജീവനും കൂടെ ഉള്ളൊരു യുദ്ധമാണ്. അവിടെ ജയിച്ചില്ലെങ്കിൽ ഏലിയാവിന് മരണം സംഭവിക്കും, ഇല്ലേ? പക്ഷെ ദൈവം പറഞ്ഞു നീ പോകാൻ പറഞ്ഞു. ബാൽ വിഗ്രഹങ്ങളുടെ മുമ്പിൽ നീ ഞാനാരെന്ന് ഞാനാ കാണിച്ചു കൊടുക്കേണ്ടത്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലല്ലേ പലപ്പോഴും പല അമ്മമാരും നിൽക്കുന്നത്, അല്ലെ അപ്പന്മാരും നിൽക്കുന്നത്. അപ്പന്മാരും പക്ഷെ കൂടുതൽ എന്നെ വിളിക്കുന്ന അമ്മമാരാണ്. അതുകൊണ്ടാണ് ഞാൻ സ്ത്രീകളെന്ന് പറയുന്നതിൻ്റെ കൂടുതൽ ഉദ്ദേശം. അതുകൊണ്ട് നമ്മളോട് ദൈവം പറയുകയാണ്, നമുക്ക് യുദ്ധമുണ്ട്, യുദ്ധത്തിൽ നിനക്ക് വെളിച്ചമുണ്ട്. അത് വെളിച്ചം നീ നന്മയിൽ ചെയ്യാൻ നീ യുദ്ധത്തിൽ ജയിക്കാൻ നിൽക്കേണ്ടതിൻ്റെ ആവശ്യം എന്നാൽ നന്മപ്രവൃത്തി ചെയ്തുകൊണ്ടേയിരിക്കുക. അങ്ങനെ നിങ്ങൾ ചെയ്താൽ നിൻ്റെ നന്മപ്രവൃത്തി കൊണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടേണ്ടതിന് അത് ഈ നന്മ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം ദൈവത്തിന് മഹത്വം കൊടുക്കുക എന്നുള്ളതാണ്. ആ വെളിച്ചം അവരുടെ മുമ്പിൽ നമ്മൾ ഇരുട്ടത്തിരിക്കുന്ന കർത്താവിൻ്റെ ഒരു വെളിച്ചം പറഞ്ഞു കൊടുക്കുമ്പം ഇരുട്ടിലിരിക്കുന്നവർ കൂടെ അത് പ്രകാശമായി വെട്ടമായിട്ട് ജീവനായിട്ട് മാറുന്നു.
ചെയ്യാൻ സമ്മതമാണോ ദൈവം എടുത്ത് ഉപയോഗിക്കും. നാഹൂമിന് 1:7 പറയുന്നു, യഹോവ നല്ലവനും കഷ്ടദിവസത്തിൽ ശരണമെന്ന് തങ്കൽ ആശ്രയിക്കുന്നവരെ അവൻ അറിയുന്നു. എന്താണ്? തങ്കൽ ആശ്രയിക്കുന്നവരെ അവൻ അറിയുന്നു. എൻ്റെ പേർ ചൊല്ലി അറിയാവുന്ന ഒരു ദൈവം. സാറാ എന്നുള്ള പേര് ഉൽപ്പത്തിയിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും അബ്രഹാമിൻ്റെ ഭാര്യ സാറായാന്ന് അബ്രഹാം പറഞ്ഞ് കാണുന്നില്ല. ദൈവം മൂന്ന് പേര് അതായത് പിതാപുത്ര പരിശുദ്ധാത്മാവ് മരുഭൂമിയിൽ മമ്രയുടെ തോപ്പിൽ ഇരിക്കുമ്പം ദൈവം വന്നിട്ട് ഇവരോട് പറയുമ്പം അബ്രഹാമിനോട് നിൻ്റെ ഭാര്യയാണെന്ന് സാറായി എവിടെയെന്ന് ചോദിച്ച് വിളിച്ചു മാറ്റുന്നത് കണ്ടോ? അതുപോലെ നമ്മുടെ ഓരോരുത്തരുടെ പേർ ചൊല്ലി അറിയാവുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ വിളിക്കുന്നത്. ആരുടെ മുമ്പിലായി നിൽക്കുന്നത്? പരിശുദ്ധാത്മാവ് എത്ര ശക്തമായിട്ടില്ലേ. ആവർത്തന പുസ്തകം 8:18 അവനല്ലോ നിനക്ക് സമ്പത്തുണ്ടാക്കാൻ ശക്തി തരുന്നത്. നമ്മൾ ഈ ലോകത്തിൽ എന്തെങ്കിലുമൊക്കെ നേടേണ്ടത് ആവശ്യമുണ്ട്. കാരണം അങ്ങനെ നമുക്ക് സമ്പത്തുണ്ടെങ്കിലേ മറ്റുള്ളവർക്ക് സഹായിക്കാൻ കുറേയൊക്കെ ഒക്കത്തുള്ളൂ. ഒരു വലിയ ധനവാൻ നല്ലവനായ ദൈവത്തിലായാൽ അയാൾ മൂലം എത്രയോ ചർച്ചകൾ പോലും പണിയാൻ. പാവം പിടിച്ച ഒരാൾ വന്നാൽ അവൻ തീ കത്തുകയാണെങ്കിൽ അയാളെ കൊണ്ട് അതേപോലെ ഉപയോഗമുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നോക്കുമ്പോൾ ആരെയാണ് ഉപയോഗിക്കുന്നത് നമുക്ക് പറയാനൊക്കത്തില്ല. എല്ലാവരും ദൈവസന്നിധിയിൽ വിലപ്പെട്ടവർ തന്നെ. പുറപ്പാട് 16:26 പറയുന്നു, സറൗണ്ട് വിത്ത് ഡെസ്റ്റിനി ഹെൽപ്പേഴ്സ് മെൻ സെൻഡ് ബൈ ഗോഡ്. അതായത് നമുക്ക് ദൈവാത്മാവുള്ള ആളുകളെ കൊണ്ട് നമ്മളെ നിറയ്ക്കണം. നമ്മൾക്ക് സഹായത്തിന് ദൈവത്തിൻ്റെ ആത്മാവുള്ളവരെ ദൈവം തരണം. യെശയ്യാ 40:31 പറയുന്നു, യഹോവയെ കാത്തിരിക്കുന്നവർ കഴുകന്മാരെ പോലെ പറന്ന് ഉയരും. എന്താണ്? കഴുകൻ ഒരിക്കലും നിലത്തിരിക്കുന്നില്ല. കഴുകന്മാർക്ക് നിലത്തിരിക്കാൻ നേരെയില്ല. അവർ ഉയർന്ന തലത്തിൽ പർവ്വതങ്ങളുടെ മലയുടെ മുകളിൽ വലിയ വൃക്ഷങ്ങളുടെ മുകളിൽ അവരിരിക്കും. ആവശ്യമുള്ളപ്പം താഴോട്ടിറങ്ങി വരും. അങ്ങനെ ആയിരിക്കണം വിശ്വാസിയുടെ ജീവിതം. ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ ഉയർന്ന തലത്തിലിരിക്കണം. ആവശ്യമുള്ളപ്പം താഴോട്ട് പോകണം. താഴോട്ട് പോയിട്ട് ചെയ്തു കഴിഞ്ഞിട്ട് പിന്നെയും തിരിച്ചു പോകണം. യേശു അങ്ങനെയല്ലേ ജീവിച്ചത്? യേശു എപ്പോൾ അതിശയങ്ങൾ ചെയ്തോ അത് കഴിയുന്നുണ്ട് അവൻ തനിയെ അവരുടെ അടുത്ത് പോയിരുന്ന് പിതാവിനോട് സംസാരിച്ചു കൊണ്ടേയിരുന്നു. ഇതാണ് ദൈവം ഉദ്ദേശിക്കുന്ന ജീവിതം. അപ്പോൾ നമ്മൾ പറയുമോ അവർക്ക് വലിയ പ്രാർത്ഥനയാണ്? അല്ല, അതാണ് ദൈവത്തിൻ്റെ നിയമം. ഇതറിയാൻ വയ്യാതെ നമ്മളതിനെ ചെറുതാക്കി കാണുന്നത് ദൈവത്തിൻ്റെ മാനം കുറയ്ക്കുകയാണ്. യഹോവയുടെ ദൂതൻ അവൻ്റെ ഭക്തന്മാർക്ക് ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. സങ്കീർത്തനം 34:7. 2 കൊരിന്ത്യർ 6:17 പറയുന്നു, ഞാൻ നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കുന്ന ദൈവമാണെന്ന്. 75-ാം സങ്കീർത്തനം 67 പറയുന്നു, ദൈവം ഒരുത്തനെ താഴ്ത്തുകയും മറ്റൊരുത്തനെ ഉയർത്തുകയും ചെയ്യും. ദൈവമാണ് ഒരാളെ ഉയർത്തുന്നത്. കർത്താവ് പറയുന്നത് സദൃശ്യവാക്യം 4:18 പറയുന്നത് ഇങ്ങനെയാണ്. 4:18 നീതിമാന്മാരുടെ പാതയോ പ്രഭാതത്തിൻ്റെ വെളിച്ചം പോലെ നട്ടുച്ച വരെ അധികം ശോഭിച്ച് വരുന്നുണ്ട്. ഈ നീതിമാന്മാരുടെ പാതയെന്ന് പറയുന്നത് ആ വെട്ടത്തിൽ അവർ ഇരുട്ടിലോട്ട് പോകുന്നില്ല. പാപമൊക്കെ വന്നാലും ദൈവം അവരെ സൂക്ഷിക്കുന്നുണ്ട്. ഇരുട്ടിലോട്ട് പോകാതെ ക്രമേണ ആ സൂര്യൻ ഇങ്ങനെ ഒന്ന് നട്ടുച്ചയ്ക്ക് നിൽക്കുന്ന അതേപോലെ ഉന്നത പദവി കൊണ്ടുവന്ന് നിർത്തും. അത് ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ്, നമ്മുടേതല്ല. ഈ വചനത്തിനൊന്നും ഒരു കോട്ടവും ഒരു തട്ടം അത് കർത്താവിന് ഒരു വള്ളിക്കും പുള്ളിക്കും വ്യത്യാസം വന്നാലും ദൈവത്തിൻ്റെ വചനത്തിന് തെറ്റുപറ്റത്തില്ല. അവർ വള്ളിക്കും പുള്ളിക്കും പോലും വ്യത്യാസം വരും. അതുകൊണ്ടാണ് നമ്മൾ വചനം പഠിക്കുമ്പോൾ അതിൻ്റെ കോട്ട് ചെയ്യുമ്പോഴും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിമറിച്ച് പറയാൻ നമുക്ക് അധികാരമില്ല. നമ്മളോട് ദൈവം പറയുന്നത് നീ എൻ്റെ കൂടെ നിൽക്ക്, ഞാൻ നിൻ്റെ കൂടെ നിൻ്റെ കൈക്ക് പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സംഖ്യാപുസ്തകം 23:23 അതിന് രക്ഷണവിദ്യ പറ്റത്തില്ല. ദൈവത്തിൻ്റെ ആത്മാവുള്ളവർക്കെതിരായിട്ട് വരുന്ന സകല ശക്തികളെയും കർത്താവ് തന്നെ മാറ്റിത്തരും. ആഭിചാര ഇസ്രായേലിന് പറ്റുകയില്ല. അവൻ ദൈവത്തിൻ്റെ വ്യാജ്യം പറയാൻ അവൻ വ്യാജ്യം പറയാൻ ദൈവം മനുഷ്യനല്ല, അനുദവിപ്പനവൻ മനുഷ്യപുത്രനല്ല. താൻ കൽപ്പിച്ചത് ചെയ്യാതിരിക്കുമോ, താൻ അരുളി ചെയ്ത് നിവർത്തിക്കാതിരിക്കുമോ? 23 പറയുന്ന ആഭിചാര യാക്കോബിന് പറ്റുകയില്ല, ലക്ഷണവിദ്യ ഇസ്രായേലിന് ഫലിക്കയില്ല. ഇപ്പോൾ ഏതൊരു വിശ്വാസിയോട് പറഞ്ഞാലും അയ്യോ അത് ചെയ്തു ഇവർ ചെയ്തു അവരുടെ കണ്ണ്. പലരും എന്നെ വിളിച്ചിട്ട് പറയുന്നു അപ്പുറത്തവരുടെ കണ്ണ് ഭരിച്ചു ഉന്ത ഭവിച്ചു, പിന്നെ അവരുടെ വീട്ടിൽ വന്നോടെ അത് സംഭവിച്ചു ഇത് ഇതൊക്കെ നമുക്ക് പറയാൻ പോലും കൊള്ളുന്നതല്ല. നമ്മൾ അന്യോന്യം ബലപ്പെടുത്തണം. ഒരാൾക്ക് രോഗസൗഖ്യമുണ്ട് മറ്റേ മാറ്റം വന്നു എന്ന് പറയുമ്പോൾ അയ്യോ പറയരുത് എനിക്ക് ഇനി അസുഖം വരുന്നത്. യു ആർ ബ്ലൈൻഡഡ്. വേർ ഇസ് യുവർ ഫെയ്ത്ത്? വളരെ നാണം കെട്ട് ലജ്ജാകരമായ അവസ്ഥയാണ് വിശ്വാസികൾ സംസാരിക്കുമ്പോൾ. നമ്മൾ അന്യോന്യം അനുഗ്രഹിക്കണമെന്നും അന്യോന്യം നന്മ പറയണമെന്നും ദൈവം ആഗ്രഹിക്കുമ്പോൾ നന്മ കേൾക്കുന്നുണ്ടെങ്കിൽ അയ്യോ അങ്ങനെ പറയരുത്, അങ്ങനെ പറഞ്ഞുകൊണ്ട് നമുക്ക്
വാട്ട് സോർട്ട് ഓഫ് ബിലീഫ്? വേദപുസ്തക അടിസ്ഥാനത്തിലേ അല്ലത്. ഒന്നാമത് വേദപുസ്തകത്തിൻ്റെ വാക്യങ്ങളിൽ സത്യമായിട്ട് നമ്മളിപ്പം ഒരാൾ കുശുമ്പ് തോന്നി പറയുന്നതല്ല, സ്നേഹത്തോടെ അത് യു ലുക്ക് ബെറ്റർ, അയ്യോ പറഞ്ഞേക്കല്ലേ, പറഞ്ഞാൽ എനിക്ക് അസുഖം കൂടും, അങ്ങനെ ദിസ് ആർ ഓൾ അബ്സല്യൂട്ട്ലി റോങ് അല്ലേ? അല്ലേ? തെറ്റല്ലേ? നമുക്കൊരു പ്രാർത്ഥനയ്ക്കൊരു തീഷ്ണതയുണ്ട്, ഒരു പുരുഷത്വം, ഒരു വ്യക്തിത്വം ഒരു വ്യക്തിക്കില്ലേ? അതിൻ്റെ ഉള്ളിലെ അകത്തെ മനുഷ്യനൊരു തീയില്ലേ? ദൈവം ഒരുത്തനെ താഴ്ത്തുന്നു, ഉയർത്തുന്നു. വെളിപ്പാടിനകത്ത് അതുപോലെ തന്നെ പറയുന്നുണ്ട്, കർത്താവിൻ്റെ ആത്മാവ് നമ്മളെ അങ്ങ് അനുഗ്രഹിക്കാൻ വന്ന് നിൽക്കുന്ന ദൈവമാണ്. വെളിപ്പാട് 12:11 കർത്താവ് നമ്മളെ ഇങ്ങനെ അതായത് പക്ഷി ചുറ്റി പറക്കുന്നത് പോലെ അപ്പച്ചൻ നമുക്ക് ചുറ്റും പറന്നുകൊണ്ട് പറയുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നു. കർത്താവ് ഒന്ന് ആഗ്രഹിച്ച് നോക്ക്. ഉന്നതമായ ചിന്തകൾ ഈ വർഷം ആദ്യം തൊട്ടേ ഉണ്ടാക്കണം. ഒരു ആലോചന ദൈവത്തിൽ നിന്ന് ചോദിച്ചു വാങ്ങിക്കണം. എന്നിട്ട് അതൊരു പേപ്പറിൽ എഴുതിയിട്ടിട്ട്, കർത്താവ് ഇത് ഞാൻ ആഗ്രഹിക്കുന്നു. ചിലർ ഇപ്പം അധികം പഠിത്തമില്ലാത്ത ചിലർ ഇംഗ്ലീഷ് പഠിക്കണം, അല്ലെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കണം, എഴുതിയിടുക. എന്നിട്ടത് വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങും. ചുമ്മാ അത് എന്താ 2025 കഴിഞ്ഞ് എന്ത് നേടി? 2026 എന്ത് നേടി? ഷുഡ് ബി പുതിയൊരു ലാംഗ്വേജ് പഠിക്കാൻ, പുതിയ എന്തെങ്കിലും ദൈവത്തിന് വേണ്ടി ഞാൻ ഇറങ്ങിത്തിരിക്കും. അല്ല എനിക്ക് തന്നെത്താനെ ഞാൻ ഒന്നും കൂടെ എന്നെ തന്നെ എക്യുപ്പ് ചെയ്യാൻ വേണ്ടി ഒരു പുതിയ ട്രേഡ് പഠിക്കുക, അല്ലെങ്കിൽ ചെടി നടാൻ പഠിക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ഒന്ന് പഠിക്കാൻ തുടങ്ങിയാൽ നമ്മളെക്കൊണ്ടൊരു പ്രയോജനം. പ്രായമാകും തോറും നമ്മൾ ഉപയോഗമുള്ളവരായി മാറാൻ തക്കവണ്ണം ഷാർപ്പൻ ദി നൈഫ്, ഷാർപ്പൻ ഇറ്റ്. വെളിപ്പാട് 12:11 അവർ അവനെ കുഞ്ഞാടിൻ്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യം വചനം ഹേതുവായിട്ട് ജയിച്ചു, മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല. അതായത് നമുക്ക് മരണത്തെ ഒന്നും പേടിയില്ലെന്ന്, നമുക്കൊരു ജയമുണ്ട്. നമ്മുടെ കഴിവല്ല, വചനം വ്യക്തമായിട്ട് പറയുന്നു, കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ട് ജയം, സാക്ഷ്യവചനം. ഇന്ന് വരെ ദൈവം ചെയ്ത നന്മകൾ വിളിച്ചു പറയണം. 2026 തുടങ്ങുമ്പോൾ തൊട്ട് നന്മ, 2025 എത്രയോ ഏറിയയില കർത്താവ് ചങ്ങലകൾ പൊട്ടത്തില്ലെന്ന് വിചാരിച്ചിടത്ത് എത്ര ഏറിയയില പൊട്ടിപ്പോയിരിക്കുന്നതെന്നറിയാമോ? എണ്ണിയാൽ തീരത്തില്ല. അതുപോലെ ദൈവം ചെയ്തിട്ടുണ്ട്. ആ സ്നേഹം വലുത് തന്നെയാണ്. ആ സ്നേഹം അതറിയണം. അത് ഞാൻ തീക്ഷ്ണമായിട്ട് പറയുന്നത് എൻ്റെ കൂടെ വലത്ത് വശത്ത് യേശു നിൽക്കുന്നതുകൊണ്ടല്ല, അത് എൻ്റെ മിടുക്കൊന്നുമല്ല. പറയാൻ പറയുമ്പോൾ ഞാനങ്ങ് പറയും. അങ്ങനെ ഒരു സ്വഭാവമാണ്. ഞാനൊരു കാര്യം ചെയ്യണമെന്ന് വിചാരിച്ചാൽ അത് ചെയ്യും. അങ്ങനത്തെ ഒരു പ്രത്യേക നേച്ചറാണ്. അത് ചിലപ്പോൾ നന്മയ്ക്കാണ്, ചിലപ്പോൾ അത് അടുക്കനാണെങ്കിൽ അത് വിപത്തും വന്നിട്ടുണ്ട്, ഇഷ്ടംപോലെ വിപത്ത് വന്നിട്ടുണ്ട്. പക്ഷേ അതിൽ ഉരുക്കിത്തെളിച്ച് പഠിപ്പിച്ചത് കൊണ്ടാണ് ഇപ്പോൾ യേശുവിൻ്റെ കാര്യത്തിൽ നിൽക്കാനുള്ള ബലവും വന്നത്. വല്ലതും ഇത് ഒരു ദിവസം കൊണ്ടൊന്നും ഉണ്ടാകുന്ന ക്യാരക്ടറല്ല. നമുക്ക് പ്രാർത്ഥിക്കാം. നാഥ, തീക്കകത്ത് ചൂളയ്ക്കകത്തോട്ട് ഇടുന്നത് പോലെ ഞങ്ങളെയൊക്കെ ഇട്ട് വലിച്ച് കർത്താവ് തീക്കകത്തിട്ട് കത്തിച്ച് പൊക്കിയെടുക്കുമ്പം കർത്താവിൻ്റെ മുഖം അല്ലാതെ വേറെ ഒന്നും കാണാൻ ഞങ്ങളെ വിടരുത് അപ്പച്ച. നിർബന്ധമാണ്. ഈ വർഷം അത് സംഭവിക്കണം. എന്തിനാ ഇടതും വലതും നോക്കി സമയം കളയുന്നത്? നമ്മൾ നിൽക്കുന്നിടത്ത് യേശുവിൻ്റെ മഹത്വം, നിൻ്റെ തേജസ് പറയാൻ തക്കോണം. അല്ലേ പിന്നെ എന്തിനാ ദീർഘായുസിൻ്റെ ആവശ്യം? അതുകൊണ്ട് കർത്താവ് നിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ ആ തീയൊന്ന് ഇറങ്ങണം. ആകാശം കീറി അപ്പച്ചൻ ഇറങ്ങി വന്നിട്ട് നിൻ്റെ മഹത്വം കാണിക്കണം. നമ്മൾ നിൽക്കുന്നിടത്ത് യേശു മുൻപിൽ നിൽക്കണം, നമ്മൾ പുറകിൽ. കർത്താവിന് ഒരു ആത്മാവിന് ശരീരം ആവശ്യമുണ്ട്. പലപ്പോഴും ഞങ്ങളെ ഒരു ശരീരമായിട്ട്, ഞങ്ങളെ ഒരു നിൻ്റെ വായായിട്ട്, നിൻ്റെ കൈയായിട്ട്, നിൻ്റെ കാലായിട്ട് പലപ്പോഴും ഒരു വചനം പറയുമ്പോൾ അതിൽ തന്നെ ഉത്തരം കിട്ടുന്നത് കാണുന്നുണ്ട്. പക്ഷേ ഏത് വചനമാണ് പറയേണ്ടതെന്ന് പരിശുദ്ധാത്മാ പറയുന്നത്. ഞങ്ങളുടെ തലമുറകളുടെ മേൽ നിൻ്റെ കൈവച്ച് അനുഗ്രഹിക്കുന്നു. ശാശ്വത ഭുജം അവരുടെ തലമേൽ തൊട്ടിരിക്കുമ്പോൾ അവരുടെ ജഡം പുറകോട്ട് വീഴുന്നു, ആത്മാവ് ജീവൻ വെക്കുന്നു. അതാണല്ലോ ആവശ്യം കർത്താവ്. ഈ ലോകത്തിൽ അങ്ങേയറ്റം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും പിന്നെ എന്നാ ദൈവം ഉണ്ടോ എന്ന് തന്നെ സംശയിക്കുന്ന ഒരു ജനതയുടെ നടുക്ക് വളരുന്ന കുഞ്ഞുങ്ങളോട് സാന്നിധ്യം, നിൻ്റെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വഴി തെറ്റിപ്പോകാനിടയില്ല. കാരണം ഞങ്ങൾ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ വചനം ചെന്ന് കൊള്ളണം. വസ്ത്രം പോലെ അവരെ ധരിപ്പിക്കണം. ഒരു പക്ഷി ചുറ്റി പറക്കുന്ന പോലെ അവർക്ക് ചുറ്റും പറന്നുകൊണ്ടിരിക്കും. ഞങ്ങളുടെ അടുത്ത തലമുറകൾ ഇന്നിറ്റേണിറ്റി യേശുവിൻ്റെയാണ്. ലെറ്റ് മൈ പീപ്പിൾ ഗോ ടു വർഷിപ്പ് ദ ലിവിങ് ഗോഡ്. തീയിറങ്ങട്ടെ അപ്പച്ച, ഇപ്പോൾ തന്നെ തീയിറങ്ങട്ടെ. ശത്രുവിൻ്റെ തന്ത്രങ്ങൾ ഇടിഞ്ഞു പോകുന്നു, കരിഞ്ഞു പോകുന്നു. പ്രാർത്ഥനയുടെ ഉത്തരം തന്നതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ ആമേൻ.